യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവം വളരെയധികം സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചെറിയ കൂട്ടായ്മയ്ക്കും ഈ പുതിയൊരു പ്രഭാതത്തിൻ്റെ ഈ നല്ലൊരു ദിവസത്തിൽ ധാരാളം ദൈവാനുഗ്രഹം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ പ്രത്യേക അനുഗ്രഹത്തിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 106 സങ്കീർത്തനം 1 തിരുവചനം. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ലോകത്തിലായിരിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിത സമയത്തിൽ പല വ്യക്തികളെയും സ്തുതിക്കാറുണ്ട്, പല വ്യക്തികളെക്കുറിച്ചും നല്ലത് പറയാറുണ്ട്, പല വ്യക്തികളെക്കുറിച്ചും പുകഴ്ത്തി പറയാറുണ്ട്, പലരോടും നമ്മൾ നന്ദി പറയാറുണ്ട്. എന്നാൽ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു, ഏറ്റവും കൂടുതൽ സ്തുതിക്കേണ്ടവനും ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടവനും നല്ലവനിൽ നല്ലവനായ കർത്താവിനെ തന്നെയാണ്. മനസ്സിലെപ്പോഴും ഹൃദയം എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നവന് ദൈവീക സാന്നിധ്യവും ദൈവാനുഗ്രഹവും അവൻ്റെ കരുണയും അനുഭവിക്കുവാൻ സാധിക്കും. നമ്മുടെ ജീവിതം അങ്ങനെയുള്ളതാക്കി മാറ്റാം. നിരാശയുടെയും വിലാപങ്ങളുടെയും കാലങ്ങൾ മാറ്റിവെച്ചിട്ട് ഏത് പ്രതിസന്ധിയിലും ഏത് സമയത്തും ഏത് പ്രവൃത്തികൾക്കിറങ്ങുമ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ കാരുണ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ നല്ലവനായ കർത്താവിനെ സ്തുതിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അനുഗ്രഹവും കൃപയും കാരുണ്യവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഇന്നും മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവിക സന്നിധിയിലേക്ക് അടുപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.